രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തി സർക്കാരിന്റെ അതിഥിയാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഭരണാധികാരികൾ ബാധ്യസ്ഥരുമാണ്. ഞങ്ങൾ അറിഞ്ഞെങ്കിൽ തടയുമായിരുന്നു എന്ന വിധത്തിൽ കൈകഴുകി മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ മന്ത്രി റിയാസ് നടത്തുന്നത്. സർക്കാരിന്റെ അതിഥികളായി വ്യക്തികളെ ക്ഷണിക്കുമ്പോൾ അവരെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നേരത്തെ തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാതിരുന്നത് വിനോദസഞ്ചാര വകുപ്പിന്റെയും ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. കേരളത്തിലെ ടൂറിസം മേഖലകളുടെ പ്രമോഷന് വേണ്ടിയാണ് ജ്യോതി മൽഹോത്രയെ കേരള സർക്കാർ ക്ഷണിച്ചത്. അവരുടെ യാത്ര, ഭക്ഷണം, താമസം തുടങ്ങിയ ചെലവുകളും കൂടാതെ ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യവും നൽകി. ഇതിനു പുറമെ വേതനവും സർക്കാർ നൽകി. ഈ വിധത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രശസ്തരായ 41 പേരെയാണ് ടൂറിസം വകുപ്പ് കേരളത്തിലേക്ക് ക്ഷണിച്ചത്. ഇതിനുള്ള കരാർ സ്വകാര്യ ഏജൻസിക്ക് നൽകുകയായിരുന്നുവെന്നും അവരാണ് ജ്യോതി മൽഹോത്രയെ പോലെയുള്ളവരെ കേരളത്തിൽ എത്തിച്ചതെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. സ്വകാര്യ ഏജൻസിയെ കുറ്റപ്പെടുത്തി വിവാദത്തിൽ നിന്നും തലയൂരാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നത് വ്യക്തം. മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ വിശദീകരണങ്ങൾ വിരൽ ചൂണ്ടുന്നതും അതിലേക്ക് തന്നെയാണ്.